അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാട്ടോ, വീട്ടിൽ നല്ല മഴയാണ്. ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, അതുകൊണ്ട് മഴ നേരത്തെ പെയ്ത് തുടങ്ങിയതാണോ എന്നറിയില്ല. പക്ഷെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല മഴ, എല്ലായിടവും നനഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു. ഇത് ആക്ച്വലി ഒരു നല്ല കണ്ടൻറ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാനിതിനെ അധികം സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും വെറുതെ രസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അറ്റ് മൈ ഹോം. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല സത്യം, കാരണം നമ്മൾക്ക് എല്ലാവരും എല്ലാ വീട്ടിലും ഉള്ളത് എന്തെങ്കിലുമൊക്കെ കഴിക്കാത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് എന്നൊക്കെയുള്ളത് അത് എന്നൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല, കാരണം അത് അത്ര നല്ലൊരു സംഭവമൊന്നും അല്ല. പിന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആരും ചിന്തിക്കരുത്. അപ്പോൾ രാവിലെ ഇപ്പോൾ 8 മണി 8:30 ആയിട്ടുണ്ട്. എഴുന്നേറ്റപ്പോൾ ലേറ്റായി പോയത് കൊണ്ട് സാധാരണ ഞാനൊരു വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേക്കാറുള്ളതാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ആ 4 മണി ഇതുവരെ കണ്ടിട്ടില്ല. ആകെ ഈസ്റ്ററിന് മാത്രം ഞാൻ 4 മണിയൊക്കെ കാണാറുള്ളൂ. ക്രിസ്മസിന് പോലും 12 മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങാറാണ് പതിവ്. ഈസ്റ്ററിന് പിന്നെ ഞാൻ 4 മണി കാണുന്നതെന്നു വെച്ചാൽ ഇവിടെ കുന്നോന്നി ഇടവക പള്ളിയിൽ സാധാരണ വെളുപ്പിനാണ് കുർബാന 3 മണിക്ക്, ഈസ്റ്ററിന് കേട്ടോ. അപ്പോൾ 3 മണിക്കത്തെ ഈശോ ഉയർത്തെഴുന്നേറ്റ് 3 മണി സമയത്താണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 3 മണിക്കാണ് ഇവിടെ സാധാരണ കുർബാന വയ്ക്കാറ്. അപ്പോൾ അതുകൊണ്ട് കൊയറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 2 മണിക്ക് എഴുന്നേറ്റ് പോകാറുണ്ട്. അപ്പോൾ 4 മണി 5:30 ആവും കുർബാന തീരുമ്പോൾ. അങ്ങനെ ഞാൻ 4 മണി കാണാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഇതുവരെ 4 മണി പഠിക്കുന്ന കാലത്ത് പോലും കണ്ടില്ല. എനിക്ക് ഇഷ്ടമല്ല 4 മണി. രാവിലെ എനിക്ക് ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. അതിന് പകരം നമുക്ക് കിടക്കുന്ന എത്ര നേരം വേണേലും കിടക്കാൻ നേരത്തിന് മുന്നേ എത്ര നേരം വേണേലും ഇരുന്ന് പഠിക്കാൻ കേട്ടോ. ഉറങ്ങിയാൽ തീർന്നു, അതാണ് എൻ്റെ ജീവിതം. ഉറങ്ങിയാൽ പിന്നെ നമ്മളെ വിളിച്ചെഴുന്നേപ്പിച്ച് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ, എല്ലാവർക്കും ദൈവം എല്ലാം കൂടെ കൊടുക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോയി. ഞാൻ പറയാം, അതായത് ഇപ്പം നമ്മൾ എന്നാണ് കഴിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വെള്ളം കുടിക്കും വെറുതെ. അപ്പോൾ ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും ഒക്കെ എഴുന്നേൽക്കുന്ന കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ ഞാൻ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ സാധാരണ ഇനി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി പഞ്ചസാര ഇട്ട് കുടിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ കട്ടൻ കാപ്പി എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കട്ടൻ കാപ്പി വന്ന്. കട്ടൻ കാപ്പിക്ക് ഒരു പ്രത്യേകതരം മണമാണ് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സൈഡിലോട്ടൊന്നും ആരും അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിലും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് കൊതി തോന്നുമ്പോൾ കുടിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ഞാൻ വന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഞാൻ വന്ന് കാപ്പിപ്പൊടി ഇവിടുന്ന് മേടിച്ചോണ്ട് പോയി. അതായത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒരു രസത്തിന് കുടിക്കാൻ. ഇവിടെയാണെങ്കിൽ യൂഷ്വലി എല്ലാ ദിവസവും കുടിക്കും. ഇവിടുത്തെ എൻ്റെ മെയിൻ സാധനം ഇതാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് കട്ടൻ കാപ്പി, അതും വെറുതെ അല്ല, പഞ്ചസാര ഇട്ട് തന്നെ ഞാൻ കുടിക്കും. ഞാൻ അത്ര ഷുഗർ അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് അല്ല, മർപ്പി അത്രയൊരു മധുരം ഇങ്ങനെ ചായയിലും കാപ്പിയിലും ഒന്നും ഇടുന്ന ആളല്ല. പക്ഷേ കട്ടൻ കാപ്പി രാവിലെ കുടിക്കുമ്പോൾ എനിക്ക് അതിന് നല്ല മധുരം വേണം. നല്ല മധുരത്തിൽ ഞാൻ കുടിക്കുന്നത്. സത്യത്തിൽ അതൊരു നല്ല ശീലമല്ല, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇത്രയും മധുരം ഇട്ട് കുടിക്കുന്നത്. പക്ഷേ എന്തോ ആ ഒരു ഫ്ലേവർ കിട്ടാനായിരിക്കും, ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. എന്നാൽ ചായക്കൊന്നും ഞാൻ മധുരം അധികം എടുത്തില്ല, വളരെ കുറച്ച് മധുരം ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഈ കട്ടൻ കാപ്പി രാവിലെ കുടിക്കുമ്പോൾ ഞാൻ നല്ല മധുരം ഇടും. അപ്പോൾ അതേ കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അമ്മ ഏലയ്ക്ക് പ്ലെയിൻ കാപ്പിപ്പൊടിക്കകത്ത് അമ്മ ഏലക്കയും ജീരകവും ഉലുവ അങ്ങനെ എന്നാണ്ടൊക്കെ സാധനം സ്വന്തമായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സാധനം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഭയങ്കര ഒരു പ്രത്യേകതര സ്മെല്ലാണ്. അപ്പോൾ കട്ടൻ കാപ്പി കുടിച്ച് നമുക്ക് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. അപ്പോൾ അമ്മയും അച്ചാച്ചനൊക്കെ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് വിശക്കാൻ തുടങ്ങിയിട്ട് കാപ്പി കുടിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നാണ് രാവിലെ കഴിക്കാൻ പോകുന്നത് നോക്കാം, എന്നിട്ടാണ് നമുക്ക് എന്നെ കഴിക്കാൻ കിട്ടുന്നത് നമുക്ക് ആലോചിക്കാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അമ്മ അച്ചാച്ചനും കാപ്പി കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്ലേറ്റിലുള്ളത് തന്നെ ആയിരിക്കുമല്ലോ നമുക്കും കിട്ടുന്നത്. അപ്പോൾ ഇവരെന്നെ തിന്നാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം അമ്മ എന്നെ തിന്നാൻ നോക്കട്ടെ. അമ്മ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ എന്നും സാലഡ് കഴിക്കും. അത് കുക്കുമ്പറും ടൊമാറ്റോയും ചിയാ സീഡും എല്ലാം കൂടെ കൂട്ടിയ സാലഡ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കേടുണ്ടാവും. എന്ത് കേടുണ്ടാവും? മിൽക്കിൻ്റെ. കോമഡി പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു അമ്മയെ പോയി കേടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അമ്മ പറഞ്ഞ സാധനം. അമ്മ ഇത് സാലഡാട്ടോ, ചുമ്മാ സാധാ സാലഡ്. അതായത് അതിന് ഒലിവ് ഓയിലും ലെമൺ ജ്യൂസും എല്ലാം മിക്സ് ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ, ഒലിവ് ഓയിൽ, പിന്നെ കുക്കുമ്പർ, ടൊമാറ്റോ, കുറച്ച് ചിയാ സീഡും കുറച്ച് ഫ്ലാക്സ് സീഡും പിന്നെ കേടും. ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഒക്കെ വെള്ളത്തിലിടാണ്ടാണോ? രാവിലെ ഞാനെടുത്ത് വെള്ളത്തിലിടും. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയപ്പോഴത്തേനും അങ്ങനെ.
അപ്പം ഇവർ ഫസ്റ്റ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അപ്പോൾ ഇവർ ആദ്യമേ കഴിക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് തിന്നാൻ സാധാ മനുഷ്യർക്ക് തിന്നാൻ പറ്റിയ എന്നതെങ്കിലും ഈ വീട്ടിലുണ്ടോ? അതുണ്ട്. അതാണ് എനിക്കറിയാം. പച്ചക്കപ്പ നല്ല നുറുക്കി വേവിച്ചിട്ടുണ്ട്, പിന്നെ പന്നിക്കറിയും വെച്ചിട്ടുണ്ട് രാവിലെ. ഓക്കെ, അത് മതി, നമുക്കത് മതി, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കഴിക്കാം. അതിന് മുന്നേ തന്നെ ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം. 8-9 മണിയായപ്പോൾ ഞാൻ പല്ല് തേക്കാൻ പോകുന്നതിനാണ് അമ്മ എന്നെ കുറ്റം പറയുന്നത്. ലിപ്സ്റ്റിക് ഇട്ടു, അതാണ് എന്തേ ഒരു പരിപാടി അവതരിപ്പിക്കാൻ നമ്മൾ കുറച്ച് വൃത്തിമേനായിട്ട് ഇരിക്കണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത്. പല്ല് തേക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഇടാൻ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കൊച്ചിനെ പോലെ നോക്കാതെ ലിപ്സ്റ്റിക് വാരി തേക്കുന്നു. ഒരു അവസരം കിട്ടിയപ്പോൾ കൊച്ചും വന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഇവരുടെ കളികൾ എന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കണം. ശരിക്കും ഞാൻ പല്ല് തേച്ച പോലെ തന്നെ ഇല്ലേ, പക്ഷെ കട്ടാൻ അതാണ് എൻ്റെ ഈ ശവം വരെ തുമ്മി എൻ്റെ ഇത് കേട്ടത്. ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം, അതായിരിക്കും നല്ലത്. ഞാൻ കപ്പയും കറിയൊക്കെ വിളമ്പിയെടുത്ത് കഴിക്കാൻ പോയി. അപ്പം ഞാൻ അന്നേരം എടുത്ത വീഡിയോയിൽ വോയിസ് എന്തോ റെക്കോർഡായില്ല. അപ്പോൾ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലാതെ വന്നു. അത് പിന്നെയാണ് ഞാൻ ചെക്ക് ചെയ്തത്. പിന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അന്നേരം പറഞ്ഞതെന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് പോയി കപ്പയും കറിയും കഴിക്കാം, അതാണ് സംഭവം. അപ്പോൾ രാവിലത്തെ മഴ ഇതുവരെയും കുറയാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചില്ല ഞാൻ ഉറങ്ങാൻ പോയിരുന്നു. ഇല്ല, ഞാൻ ഉറക്കില്ല. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത്, പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ഉണ്ട്, പിന്നെ അവൻ്റെ പുറകെ കുറച്ച് നേരം നടന്ന് അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അമ്മയെ ചാച്ചന് ചോറുണ്ടു. ഇനി അടുത്തത് എൻ്റെ ചോറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങിയല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ കിച്ചൺ സൈഡിൽ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല മഴയും ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്, ശരിക്കും ഒരു മഴക്കാലത്തിൻ്റെ ഫീലിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സാധനം കാണിച്ചത് ഇതെനിക്ക് ചേട്ടായി പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. കാരണം ഞാനിതൊരു സ്ഥിരം പരിപാടി ആക്കുകയാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലോ. ചേട്ടായി പുതിയ മൈക്കൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് മൈക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പണികളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴാണോ അതോ ഇപ്പോൾ തന്നെ ആയിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു തന്നു. മൈക്ക് മേടിച്ച് തന്നതെന്ന് പറഞ്ഞാൽ മൈക്ക് ഓർഡർ ചെയ്തതൊന്നും ഞാൻ അറിയണ്ട കേട്ടോ. എനിക്ക് സർപ്രൈസ് ആയിട്ട് മൈക്ക് വാങ്ങിച്ചത്. ഞാൻ ഇങ്ങനെ മൈക്ക് വാങ്ങിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നൊരു ഗിഫ്റ്റ് പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് മൈക്ക് തുടക്കമായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടെക്നോളജി ഒക്കെ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. നേരെ എങ്ങനെ അതിൻ്റെ ശബ്ദം കിട്ടാമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ 2-3 വീഡിയോ ഇപ്പം ഇതിൻ്റെ തന്നെ ഇൻട്രോ വീഡിയോ ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ കേട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ എക്കോയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറച്ചുകൂടിയൊക്കെ പഠിക്കാനുണ്ട്, നോക്കട്ടെ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഉച്ചയായി. അപ്പോൾ എൻ്റെ കുറേ പണികളൊക്കെ തീർന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ശരിയാക്കി. പിന്നെ അങ്ങനെ പിന്നെ ചോറുണ്ണാൻ സമയമായി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ രാവിലെ ആ കപ്പയും കറിയും കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനതിനിടയ്ക്ക് ഈ അടുക്കളയിൽ ഇങ്ങനെ വരുന്നത് പോകുന്ന സമയത്തൊക്കെ എൻ്റെ എന്തെങ്കിലുമൊക്കെ പറക്കി തിന്നുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം വെട്ടിയ വാഴക്കൊല ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വീഴുന്നതിനനുസരിച്ച് ഇവിടെ ഇരുന്ന് ചീത്തയായി പോകുമല്ലോ എന്നോർത്ത് അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വിസ്കി പഴങ്കി ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോരോ സാധനങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും കാണുന്നൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് മറ്റേ വലിയ ഡയറ്റ് ചെയ്യുന്ന പോലെ രാവിലെ 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് വന്ന് ലഞ്ച് കഴിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് ഓരോന്നൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ. പിന്നെ നമുക്ക് ചോറിടാം. ഇവരെല്ലാവരും ചോറുണ്ട് കേട്ടോ. ചുട്ടു ഉറക്കാണ്. കുറുക്കൊക്കെ കുടിച്ചിട്ട് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അവന് ചോറ് കൊടുത്തിട്ടില്ല. അവന് ചോറ് കൊടുക്കണം. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ചോറ് കൊടുക്കാം. ഇപ്പോൾ സമയം 1:30-2 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പട്ടെ കേട്ടോ. അപ്പോൾ അത് ഈ ചോറ് ഞാൻ എടുത്തു. ഇവിടെ കുത്തരിച്ചോറാട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇത് ഈ ബീറ്റ്റൂട്ട് എൻ്റെ മറ്റൊരു ഫേവറേറ്റ് സാധനമാണ്. ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി. ബീറ്റ്റൂട്ടുണ്ട്. ഇനി നമുക്ക് എന്നോട് നോക്കാവേ. ഇനി മീൻ വറുത്തുണ്ട് കേട്ടോ. ആദ്യം കാണിച്ചു. അപ്പോൾ നമ്മുടെ മറ്റേ നേരത്തെ ഒരു വീഡിയോ കണ്ടവർക്കറിയായിരിക്കും. നമ്മുടെ ഇവിടെ ഒരു മീൻ കൊണ്ടൊരു ചേട്ടൻ സ്ഥിരമായിട്ട് വരണം. അപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അയല മീനാണത്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ റെഡിയാക്കി. അപ്പോൾ അയല മീൻ വറുത്തുണ്ട്. ഇനി തൈര് ഒഴിക്കണം. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതേ പ്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ രാവിലത്തെ ആ പോർക്ക് കറിയുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിനകത്തേക്ക് കുത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തുണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്. പിന്നെ തൈര് ഒഴിച്ചു. അത് എടുക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് ഒഴിക്കുക ചെയ്തത്. പിന്നെ ആ ഒരു കറിയുടെ കുറച്ച് ഗ്രേവി. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ ഞാൻ ഇനി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. എല്ലാവരും റെഡി ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ ചോറൊക്കെ റെഡിയായി. വയർക്ക് നിറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ തന്ന അയണും പിന്നെ അതേപോലെ തന്നെ കാൽഷ്യം പിന്നെ ബി കോംപ്ലക്സ്
ബി കോംപ്ലക്സ് ശരിക്കും ഡെലിവറിക്ക് ശേഷം തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 3 സാധനങ്ങളും ശരിക്കും 6 months വരെ എന്തായാലും കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 months കഴിഞ്ഞിട്ടും ഞാൻ അവനെ ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. വേറെ പാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണമല്ലോ. പിന്നെ അത് തന്നെയല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ പാല് കൊടുക്കുമ്പോൾ നമ്മുടെ പാലിൽ കൂടെ അങ്ങനത്തെ വൈറ്റമിൻസും അവർക്ക് ചെല്ലുന്നുമുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ അയണും ബി കോംപ്ലക്സും കാൽഷ്യം ഇത് 3 ഞാനിപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. എന്നാൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് എടുക്കുന്നില്ല, എന്നാലും ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമയത്തായിട്ട് ഞാൻ കഴിക്കും. വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ വലുതായി കുറച്ച് കഴിയുമ്പോൾ അവരുടെ കയ്യിലൊക്കെ പോകും. അന്നേരം നമ്മൾ തലവേനയും നടുവേനയും എടുത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം ഇപ്പം ബി കോംപ്ലക്സ് അടുപ്പിച്ച് കഴിക്കാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം നമ്മുടെ നഖത്തിനൊക്കെ ഇങ്ങനെ ഒരു കട്ടി കുറയുന്ന പോലെ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ദിവസം കാൽഷ്യം കഴിക്കാതിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു നടുവിനൊക്കെ ഇങ്ങനെ കുറേ നേരം എടുത്തൊക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ മുടി കൊഴിച്ചിൽ അങ്ങനത്തെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ മാറാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലത്. അപ്പോൾ അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് ഇങ്ങനത്തെ ഡോക്ടേഴ്സ് തരുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ബോഡിയൊക്കെ ഇടയ്ക്കൊന്ന് HB ഒക്കെ നോക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ അയണും ഇതൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഫീഡ് ചെയ്യുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ നിന്നുള്ള കാൽഷ്യവും അയണും വൈറ്റമിൻസും ഒക്കെ ആണല്ലോ ഇവർക്ക് ഈ പാലിൽ കൂടെ കുറേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ബോഡി വീക്കാവാതെ നമ്മൾ നോക്കണം. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഞാനിത് ഒരു 1-2 ദിവസം 2 ദിവസം ചിലപ്പോൾ എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല. നിങ്ങളുടെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അയണും HB നോക്കാനും അയണും കാൽഷ്യം ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നുള്ളൂ അതിൻ്റെ ആ നോർമൽ റേറ്റിൽ നിന്ന് നോർമൽ പെർസെൻറ്റേജിൽ നിന്ന് എന്തെങ്കിലും താഴെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ വൈറ്റമിൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ അത് ഞാനിങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്കത് എടുക്കണം. പിന്നെ മിക്കവാറും ഞാൻ കിടന്നുറങ്ങും ഉച്ചയല്ലേ. അപ്പോൾ അവനിതേ ഇതിനിടയ്ക്ക് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അമ്മ അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവനിനി ഉറങ്ങുമെന്ന് അറിയില്ല. അവൻ ഉറങ്ങുകയാണെങ്കിൽ വലിയ ഉപകാരം. ആ കൂടെ കിടന്നുറങ്ങാൻ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങും. അങ്ങനെ പിന്നെ നമുക്ക് വൈകുന്നേരം കാപ്പിക്ക് നമ്മ പഴം ഞാൻ പറഞ്ഞല്ലോ വാഴക്കൊല 2 എണ്ണമാണ് പഴുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇനി അതെന്തായാലും തീരുന്ന വരെ ഇവിടെ പുട്ട് ഉപ്പുമാവ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇന്ന് വൈകിട്ട് അമ്മ നേരം പറഞ്ഞു അവൽ നനയ്ക്കാമെന്ന്. അവൽ നനച്ചതും പഴവും ചായ നല്ല മഴയും നോക്കി കാറ്റാട്ടോ. നല്ല തണുത്ത കാറ്റും മഴയൊക്കെ നല്ല മൂടി പൊതിച്ചുറങ്ങാൻ പറ്റിയ വെതറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉറങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു നല്ല മൂഡ് ഉറങ്ങാൻ തോന്നുന്ന ദിവസം മിക്കവാറും അവൻ എഴുന്നേറ്റിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാറ്. അപ്പോൾ ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇനി അവൻ ചോറ് കൊടുക്കുന്നവിടെ തൊട്ട് അപ്പോൾ അത് അമ്മയും മോനും അവിടെ ഇരുന്ന് ചോറുന്നുണ്ട്. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല മഞ്ഞുണ്ട്, ചെറിയ മഞ്ഞുണ്ട്. പിന്നെ രാവിലത്തെ ആ മഴ അതേപോലെ പെയ്യുന്നുമുണ്ട്. നല്ല ക്ലൈമറ്റ്. ഇപ്പോഴാണ് ശരിക്കും കർക്കിടക മാസമൊക്കെ ആയി വരും. പക്ഷേ കർക്കിടക മഴയുടെ അത്ര ഇല്ലല്ലേ അമ്മ? ഉണ്ടോ? അപ്പോൾ വൈകുന്നേരം പെയ്യുന്ന ഒരു മഴ ഉണ്ടായിരുന്നല്ലോ. അത് തുലാമാസത്തിലെ മഴയാട്ടോ, സോറി. അപ്പോൾ കർക്കിടകത്തിലെ മഴ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. നല്ല മഴയാണ്, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? നല്ല മഴയാണ്. മഴ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നവർക്കും കൂടി ഒരു തണുപ്പ് നൽകുന്നു. അത്രയ്ക്കും നല്ല തണുപ്പുണ്ട്, ഏകദേശം നല്ല തണുപ്പ് പോയി. അപ്പോൾ ഇനി വൈകുന്നേരം ഞാൻ പറഞ്ഞത് അമ്മ പഴക്കൊല തീരുന്നവരെങ്കിലും ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വൈകുന്നേരം അവലും പഴവും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിന്നാനായിട്ട് നമുക്ക് എഴുന്നേക്കാം, ഉറങ്ങിയിട്ട് നമുക്ക് അത് തിന്നാനായിട്ട് എഴുന്നേക്കാം കേട്ടോ. ഞാൻ ഇവനെ ഉറങ്ങുമെന്ന് എനിക്കറിയത്തില്ല, എന്തായിരിക്കും നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നോക്കട്ടെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ കേട്ടോ. കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഇനി നമുക്ക് ചായ കുടിക്കാമോ? അപ്പോൾ ഇന്ന് ചായക്ക് ഞാൻ പറഞ്ഞ പോലെ അവൽ നനച്ചതും ചായ, അവലും പഴവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതേ നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അവലും പഴവും ചൂട് ചായ നല്ല മഴയും കഴിക്കാം. എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് മീല് ഇതാട്ടോ. അതായത് നമ്മളെ കർക്കിടക കഞ്ഞി. കുറച്ചേ ഉള്ളൂ, എനിക്കിത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയേ കഴിക്കുന്നുള്ളൂ. ഇതോടെ എൻ്റെ ഇന്നത്തെ മീല് ഇന്നത്തെ ഫുഡ് കഴിപ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇവർ അമ്മയും ചേച്ചനും കഴിക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൂടെ കഴിച്ച് ഇന്നത്തെ നമ്മുടെ മീൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞതേ കുളിച്ച് റെഡിയായി. മുമ്പേ ഞാൻ കുളിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതേ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ സുട്ടപ്പേ ഉറങ്ങി, എല്ലാവരും കിടന്നു. അപ്പോൾ നമുക്കിനി ഉറങ്ങാം. അതിനിടയ്ക്ക് എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എല്ലാവരും ഇങ്ങനെ ഇതിലേക്ക് നടക്കുമ്പോൾ പിന്നെ രാത്രിയല്ല, നമുക്ക് പുറത്തിറങ്ങി സൈഡിൽ പോയി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മഴയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഈ വീട്ടിലെല്ലാവരും ഉറങ്ങി. അപ്പോൾ ഞാനും ഇനി ഉറങ്ങാൻ പോവാണ്. ഇനി അപ്പോൾ ഇത് ശരിക്കൊരു
ഭയങ്കര സംഭവമുള്ള വീഡിയോ ആണെന്നൊന്നും എന്നോട് ഞാൻ പറയാം കേട്ടോ, അല്ലാന്ന്. കാരണം ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാ ദിവസവും ഇത്രയും കറികളൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലിപ്പോൾ ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന 2 സാധനം എന്ന് പറഞ്ഞാൽ ഒന്നാ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഞാൻ മിക്ക ദിവസവും എടുക്കാറുണ്ട്. പിന്നെ ഇവിടെയുള്ള ദിവസം, അതായത് എൻ്റെ വീട്ടിലിവിടെ ഉള്ള ദിവസങ്ങളിൽ കട്ടൻ കാപ്പി രാവിലത്തെ ഞാൻ മുടങ്ങാതെ കുടിക്കും. അതെനിക്കെന്തോ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഞാൻ മുടങ്ങാതെ കുടിക്കും. പിന്നെ വൈകിട്ടത്തെ ഒരു ചായ, അതും പിന്നെ രാവിലത്തെ ചായ. അപ്പോൾ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ല, കാരണം ഇന്ന് കപ്പയായിരുന്നുകൊണ്ട് കപ്പയ്ക്ക് ചായ പാൽ ചായ ഒരു കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ചായ കുടിച്ചില്ല ഇന്ന് രാവിലെ, അല്ലെങ്കിൽ അതും. പിന്നെ കട്ടൻ കാപ്പി ഉള്ളതുകൊണ്ട് പിന്നെ പാൽ ചായ ഇല്ലെങ്കിൽ പോലും ഞാൻ സഹിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കട്ടൻ കാപ്പി. അപ്പോൾ അങ്ങനെ ഈ ദിവസം കഴിഞ്ഞു. ഇനി എന്തുവാ, ഇനി കിടന്നുറങ്ങണം. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ രാത്രി ആയിരിക്കും ഞാൻ മിക്കവാറും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എളുപ്പം. ഇല്ലെങ്കിൽ ഇവൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വരും. പിന്നെ ഇവൻ എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ഒരേ സമയത്ത് ഉറങ്ങത്തൂല്ല. അപ്പോൾ ചില ദിവസം ഇവൻ നേരത്തെ അങ്ങനെ ഉറങ്ങി കിട്ടുവാണെങ്കിൽ ഞാൻ അന്നേരം എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പകലൊക്കെയാണ് എഡിറ്റ് ചെയ്യുക. പകലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് രാത്രി ഇവൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്യും. പിന്നെ വാടാൻപള്ളി തൃശ്ശൂരുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആണ്, കാരണം ഇവരാരും കാണത്തില്ല, ഞാനും ഇവനും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഇതിനെല്ലാം ഇരിക്കും. പിന്നെ രാത്രി ഇവിടെ ആകുമ്പോൾ ഞാൻ രാത്രി ഫ്രീ ആണ്, ആരുമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ വർത്താനൊക്കെ പറഞ്ഞിരിക്കും രാത്രി. അപ്പോൾ അങ്ങനെ അന്നേരം വൈകുന്നേരം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവനും ചേട്ടയുടെ കൂടെ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അന്നേരം പിന്നെ ഞാൻ ഇരിക്കത്തില്ല, പിന്നെ ഞാനിങ്ങനെ ഉറങ്ങും. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ആരും ഇല്ലാത്ത ഒരു നേരം നോക്കി ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. കുറേ പേരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നുമല്ല കേട്ടോ, നിങ്ങളെന്നെ കളിയാക്കരുത്. പക്ഷേ ഒരു കുറച്ച് ആൾക്കാരൊക്കെ കാണുന്ന ആൾക്കാർ എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് വന്ന് യൂട്യൂബിൽ വന്ന് വീഡിയോസ് കാണും. എന്നിട്ട് അതിൻ്റെ കമൻസൊക്കെ വന്ന് എന്നെ അറിയാവുന്നവരാണെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് വന്ന് മെസ്സേജ് അയക്കും. അപ്പോൾ അതിനേക്കാളും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ വീഡിയോസിനെ പറ്റിയൊക്കെയുള്ള എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീഡിയോസിന് താഴെ തന്നെ നിങ്ങൾ ഇട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ അറിയാം കുറേ മോശം എന്ന് പറഞ്ഞാൽ കുറേ ഇമ്പ്രൂവ് ആവാനുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എന്നാലും നിങ്ങൾ വന്ന് ഇതിൻ്റെ താഴെ തന്നെ കമൻസ് ആയിട്ട് നിങ്ങൾ ഇടണം. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. എൻ്റെ വീഡിയോ 10 പേര് കണ്ടിട്ട് അതിന് താഴെ വന്ന് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പിന്നെ കുറേ പേര് വീഡിയോസ് കണ്ടിട്ട് എന്നോട് നല്ലതെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ എനിക്ക് നല്ല മോട്ടിവേഷനൊക്കെ തരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഞാൻ സത്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണം പോലെയാണ്. നാണമെന്നൊക്കെ ഇതിനെ പറയാമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നും, പക്ഷേ നമ്മളായിട്ടിങ്ങനെ നമ്മൾ ഒരു ചാനൽ തുടങ്ങി നിങ്ങൾ എന്നൊക്കെ പറയാൻ എന്താണ്ട പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ എന്നെ കളിയാക്കും, അത് വേറൊരു കാര്യം. അപ്പോൾ ഞാനതുകൊണ്ട് ഇത് ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പറയാത്തത് കൊണ്ട് പിന്നെ അവർ തന്നെ കണ്ട കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ട് എടി നല്ലതായിട്ടുണ്ട്, നീ കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര എന്തോ ഒരു സന്തോഷം, മനസ്സിലൊരു കുളിർമ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എനിക്ക് തന്നെ അറിയാം കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ തന്നെ കാണുമ്പോൾ ഇടയ്ക്ക് ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. പിന്നെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കും. ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈവൻ അതിൻ്റെ തമ്പനെയിൽ പോലെ എഡിറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചില തമ്പനെയിലൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നി ഈശ്വര ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും പ്രവർത്തിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓക്കെ കിടക്കട്ടെ, എന്താണെങ്കിലും നമ്മൾ പഠിച്ചില്ലേ അതൊക്കെ കിടക്കട്ടെ, അത് പ്രയോഗിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാം എല്ലാവർക്കും ഇതിപ്പോൾ അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. ചിലർ കാണുമ്പോൾ വിചാരിക്കും എന്തോ ഇവളീ പറയുന്നത് എന്നെ ഈ കാണിക്കുന്നതെന്നൊക്കെ തോന്നും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം അതാണെങ്കിൽ പോലും നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് കാണുന്നവർ, ഇതിൻ്റെ ലാസ്റ്റ് വരെ കാണുന്നവർ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ദിവ്യ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഓക്കെ കുഴപ്പമില്ല, അതും എന്താണെങ്കിലും. അപ്പോൾ അതൊക്കെ വന്ന് കമൻ്റായിട്ട് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുവാണ്. പറ്റുമെങ്കിൽ ചെയ്യുക, നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അടുത്ത വീഡിയോ എന്നാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും വീഡിയോസ് ഓക്കെ ഇന്ന ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർ ഇപ്പം അമ്മയുടെ കൂടെയുള്ള വീഡിയോസ്, മമ്മിയുടെ കൂടെയുള്ള വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.